അമേരിക്കയിലെ ടെക്സസിന് പിന്നാലെ ന്യൂ മെക്സിക്കോയിലും മിന്നൽ പ്രളയം. അപകടത്തിൽ അച്ഛനും മകളും അടക്കം ഒരു കുടുംബത്തിലെ 3 പേരെ കാണാതായി. ക്രമാതീതമായി ഉയർന്ന ജലനിരപ്പിൽ ഒരു വീടും ഒലിച്ചുപോയി. അമേരിക്കയിലെ ന്യൂ മെക്സിക്കോയിലെ റുയിഡോസോയിലാണ് മിന്നൽ പ്രളയമുണ്ടായത്. ശക്തമായ ഒഴുക്കിൽ ഒരു വീട് ഒലിച്ചു പോവുകയും പിതാവും കുട്ടികളും അടക്കം ഒരു കുടുംബത്തിലെ 3 പേരെ കാണാതാവുകയും ചെയ്തു. നിരവധി പേർ പലയിടങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ട്. ഇവർക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. റുയിഡോസോയിലെ നദിയിൽ മണിക്കൂറിനുള്ളിൽ 20 അടിയോളം ജലമുയർന്നതാണ് പ്രളയത്തിന് കാരണമായത്. ടെക്സസിലുണ്ടായ കനത്ത മഴയിലും മിന്നൽ പ്രളയത്തിലും മരിച്ചവരുടെ എണ്ണം 109ആയി. മരിച്ചവരിൽ 28 പേർ കുട്ടികളാണ്. കെയർ കൗണ്ടിയിലാണ് ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തത്. 180ഓളം പേരെ കണ്ടെത്താനുമുണ്ട്. സമ്മർ ക്യാമ്പിൽ നിന്ന് കാണാതായ വിദ്യാർത്ഥികൾക്കും ട്രെയിനർക്കുമായി തെരച്ചിൽ തുടരുന്നു. ടെക്സസിൽ പ്രളയം മുന്നറിയിപ്പ് നൽകുന്നതിലുണ്ടായ വീഴ്ചയാണ് മരണസംഖ്യ ഉയരാൻ കാരണമെന്നാണ് ആരോപണം. അമേരിക്കയിലെ പ്രധാന കാലാവസ്ഥാ ഏജൻസികളായ നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫെറിക് ഓർഗനൈസേഷൻ, നാഷണൽ വെതർ സർവീസ് എന്നിവയിൽ നിന്ന് ചെലവ് കുറയ്ക്കലിന്റെ ഭാഗമായി നിരവധി ജീവനക്കാരെ പിരിച്ചുവിട്ടിരുന്നു. ഇത് ഏജൻസിയുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചെന്നാണ് വിമർശനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.